അക്ഷരസൗരഭം. കയ്യെഴുത്തിന്റെ കലാകാരൻ. മലയാള അക്ഷരങ്ങൾക്ക് കയ്യെഴുത്തിന്റെ കലയിലൂടെ പുതിയ സർഗഭാവം നൽകുന്നതിന് അടിത്തറയൊരുക്കിയ കലാകാരനാണ് നാരായണ ഭട്ടതിരി. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ നിന്നും ചിത്രകല പഠിച്ചിറങ്ങിയ അദ്ദേഹം കലിഗ്രാഫി എന്ന കലയിൽ തൻ്റേതായ പാത വെട്ടിത്തുറന്നു. കലിഗ്രാഫി പ്രദർശനങ്ങളിലൂടെയും ശില്പശാലകളിലൂടെയും കലിഗ്രാഫി ഫെസ്റ്റിവലുകളിലൂടെയും മലയാളം കലിഗ്രാഫിയെ അന്താരാഷ്ട്ര ശ്രദ്ധയിലേക്കുയർത്തിയ അദ്ദേഹത്തെ കേരളശ്രീ പുരസ്കാരം നൽകി സംസ്ഥാനം ആദരിച്ചിട്ടുണ്ട്. അരനൂറ്റാണ്ടിലേറെയായി ഈ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ശ്രീ നാരായണ ഭട്ടതിരിയാണ് ഇന്ന് അക്ഷരസൗരഭത്തിന്റെ അതിഥി. സ്റ്റുഡിയോയിൽ ഒപ്പം സന്ദീപ് സുരേഷ്. മലയാളത്തിലെ അക്ഷരങ്ങൾക്ക് ജീവൻ തുടിക്കുന്ന രൂപം നൽകിയ കലാകാരനാണ് നാരായണ ഭട്ടതിരി എന്ന കാലിഗ്രാഫിസ്റ്റ്. അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ അതിഥി. സ്വാഗതം. നമസ്കാരം. കാലിഗ്രാഫി എന്ന് പറയുമ്പോൾ അക്ഷരങ്ങളെ വളരെ മനോഹരമായി ഒരു കലാരൂപം പോലെ തന്നെ അവതരിപ്പിക്കുന്ന ഒരു കലയാണെന്ന് തന്നെ പറയാം. കാലിഗ്രഫി മലയാളത്തിൽ ഇങ്ങനെ ഒരു കലാരൂപമായി വളർത്തിയെടുത്തത് ഏറ്റവും നിർണായകമായി പങ്കുവഹിച്ച ഒരാളാണങ്ങ്. തുടക്കം ഇതിൽ തന്നെയായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വൃത്തിയായി എഴുതുക എന്നൊരു ശീലം തുടങ്ങി വെച്ചു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു ദിവസം വൃത്തിയായിട്ട് എഴുതണം എന്നൊരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അന്നോട്ട് വൃത്തിയായി എഴുതുന്നത് കാണുമ്പോൾ മറ്റു കുട്ടികൾ ഒരു പുതിയ നോട്ട് ബുക്ക് മേടിക്കുമ്പോൾ പേരെഴുതി കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് വരും. അപ്പോൾ 1-2 പേർക്ക് ഒരേ രീതിയിൽ എഴുതുമ്പോൾ പിന്നെ വേറൊരു രീതിയിൽ എഴുതാമെന്ന് തോന്നും. അങ്ങനെ പല രീതിയിൽ ഇങ്ങനെ എഴുതി ശീലിച്ചു. അന്ന് തൊട്ടേ ഈ അക്ഷരങ്ങളോടൊരു ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ കോളേജിലൊക്കെ ആയപ്പോൾ സംഘടനാ പ്രവർത്തനമൊക്കെ ആയിട്ട് പോസ്റ്റർ എഴുതുക പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്നും കാലിഗ്രാഫിയെ പറ്റി ഞാൻ കേട്ടിട്ട് പോലുമില്ല. അത് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കാൻ വന്നപ്പോൾ ഞാൻ മലയാളം BA കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത്രയും പ്രായമായി കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ നിന്ന് പൈസ ചോദിക്കാനൊരു മടി തോന്നിയിട്ട് ഞാൻ ഇവിടെ ജോലി ചെയ്ത് പഠിക്കുകയായിരുന്നു. ആ സമയത്താണ് കലാകൗമുദിയിൽ ജോലി കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ഈ അക്ഷരത്തിൻ്റെ ഭംഗി കൊണ്ടാവാം അവിടെ കലിഗ്രാഫർ എന്ന തസ്തികയിലാണ് ഞാൻ വന്നത്. മലയാളത്തിൽ അതിനു മുമ്പ് അതിന് ശേഷം അങ്ങനെ ഒരു തസ്തിക ഉള്ളതായിട്ട് അറിഞ്ഞിട്ടില്ല. അവിടെയൊക്കെ വന്നപ്പോഴാണ് ഈ കലിഗ്രാഫിയെ പറ്റി അറിയാനും കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തതെന്ന്. അവിടെ ഈ തലക്കെട്ടുകൾ എഴുതുക എന്നുള്ള ഇതാണ്. 1,00,000-ഓളം തലക്കെട്ടുകൾ എഴുതിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ ഈ കൈക്കൊരു നല്ല വഴക്കം കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് സ്കൂൾ തലം തൊട്ടേ ഈ അക്ഷരങ്ങളോടുള്ള കൂട്ട് തുടങ്ങി. ഇവിടെ ഫൈൻ ആർട്സ് കോളേജ് എത്തിയപ്പോഴത്തേക്ക് ചിത്രകലയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണത്. അവിടെ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ള മാറ്റങ്ങൾ അതിലേക്ക് വീണ്ടും പകർത്താൻ സാധിച്ചിട്ടുണ്ടാവാം. ഫൈൻ ആർട്സ് കോളേജിൽ ഞാൻ പെയിൻറ്റിംഗ് ആണ് പഠിച്ചത്. അപ്ലൈഡ് ആർട്ട് പഠിക്കുന്നവർക്കാണ് കലിഗ്രാഫിയൊക്കെ പഠിക്കാനുള്ളത്. ആ പെയിൻറ്റിങ് പഠിച്ചത് കൊണ്ടാകാം എൻ്റെ ഈ വർക്കുകളിൽ നിറങ്ങളുടെ ഒരു താളം കിട്ടിയതെന്ന് ഞാൻ കരുതുന്നു. ആലോചിക്കാതെ തന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ വേണ്ട കളറുകൾ ഇങ്ങനെ തോന്നി വരും. അങ്ങ് തുടങ്ങിയ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ 70കളുടെ അവസാനം 80കൾ എന്നൊക്കെ പറയുന്നത് മലയാളത്തിലെ സാഹിത്യത്തിലും സമൂഹത്തിലും കലയിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായൊരു സമയം കൂടെയാണ്. അപ്പോൾ ആ ഒരു മാറ്റങ്ങൾ എങ്ങനെയാണ് അങ്ങേ സ്വാധീനിച്ചത്? കലാകൗമുദിയിൽ ജോലി ചെയ്യുമ്പോൾ 80കളിലെയും 90കളിലെയും മലയാളത്തിലെ പ്രശസ്തമായ കഥകളുടെയും കവിതകളുടെയും നോവലുകളുടെയും ഒക്കെ തലക്കെട്ട് എഴുതേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും അങ്ങനൊരു സ്വാധീനം ഉണ്ടായിട്ടില്ല. ഇപ്പം ഒരു തലക്കെട്ട് എഴുതുമ്പോൾ അതാരുടെയാണെന്ന് പോലും മനസ്സിലാക്കുന്നില്ല ഞാൻ. അതിൻ്റെ എഡിറ്റർ തരുന്ന ഒരു ലിസ്റ്റിൽ 10-40 തലക്കെട്ട് കാണും. ഇപ്പം മലർന്ന് പറക്കുന്ന കാക്കാന്നൊരു തലക്കെട്ട് തരുന്നത്. അപ്പം ഞാൻ അതിൻ്റെ കഥ എന്താണെന്നോ അതാരെഴുതിയാണെന്നോ ഒന്നും മനസ്സിലാക്കുന്നില്ല. ഒരുപാട് ആലോചിച്ചിരിക്കാനും സമയമല്ലോ. വീക്കിലി ആയതുകൊണ്ട് 2 ദിവസം കൊണ്ടൊക്കെ ചെയ്ത് തീർക്കേണ്ടത് കൊണ്ട് പെട്ടെന്ന് അന്നേരം തോന്നുന്ന ഒരു രീതിയിൽ എഴുതുന്നു എന്നല്ലാതെ മറ്റുള്ളതൊന്നും അങ്ങനെ സ്വാധീനിച്ചതായിട്ട് തോന്നുന്നില്ല. അങ്ങനെ ജോലി ചെയ്ത സമയത്ത് ആർട്ടിസ്റ്റ് നമ്പൂതിരി അദ്ദേഹം പ്രത്യേകിച്ച് സാഹിത്യ കൃതികളിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ആത്മാവിനെ ഉൾക്കൊണ്ടുകൊണ്ട് വരകൾ നടത്തുന്ന ഒരാളായിട്ടാണ് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ടോ? ഉണ്ട്. നമ്പൂരിയുള്ള കാലത്തായിരുന്നു ഞാനും കലാകൗമുദിയിൽ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്പൂരി മലയാളം വാരികയിലേക്ക് പോയപ്പോൾ ഞാനും മലയാളം വാരിക. പക്ഷെ നമ്പൂരി വീട്ടിലിരുന്നാണ് വർക്ക് ചെയ്തിരുന്നത്. പക്ഷേ നമ്പൂരി വരച്ചു തരുന്ന സാധനം ലേ ഔട്ട് ചെയ്യാനൊക്കെ അവസരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്പൂരിയുടെ ചിത്രങ്ങൾ ഇഷ്ടമാണ്.
നമ്പൂതിരി ഇത് വരയ്ക്കുന്നത് മുഴുവൻ കഥകൾ വായിച്ചിട്ടാണ്. നമ്പൂതിരിക്ക് ആ പടം വരച്ചിട്ട് അതിൻ്റെ താഴെ നമ്പൂതിരി എന്നുള്ള പേരും കൊടുക്കാൻ പറ്റും. എനിക്കിത് രണ്ടുമില്ല, ഇത് വായിച്ചിട്ടുമല്ല, എനിക്ക് തലക്കെട്ട് എഴുതിയിട്ട് അതിൻ്റെ താഴെ എൻ്റെ പേര് കൊടുക്കാനും പറ്റില്ല. അങ്ങനെയുള്ള ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും അനുയോജ്യമായിട്ടുള്ള തലക്കെട്ടുകൾ അവിടെ വന്നിരുന്നു. വളരെ രസകരമായ ഒരു കാര്യമാണ്. പലപ്പോഴും മഴയെക്കുറിച്ചുള്ള ഒരു തലക്കെട്ടാണെങ്കിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ആ മഴ അനുഭവപ്പെടുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു മാജിക് എന്ന് പറയുന്നത്? നടന്നറിഞ്ഞൂടാതെ തന്നെ തോന്നി വരുന്ന ഒരു ഇതായിട്ടാണ് കാണുന്നത്. ഒരുപാട് എഴുതേണ്ടത് കൊണ്ട് ആലോചിക്കാൻ പോലും സമയമില്ലാതെ വളരെ പെട്ടെന്നാണ് എഴുതി തീർക്കുന്നത്. ആ തലക്കെട്ട് കേൾക്കുമ്പോൾ ഉണ്ടാക്കുന്ന അന്നേരത്തെ ആ ഫീല് മാത്രമേ ഉള്ളൂ. മിക്കവാറും എല്ലാ കലകൾക്കും പ്രാക്ടീസാണ് പ്രധാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം പ്രാക്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് തന്നെ തോന്നി വരും. ഇപ്പം സംഗീതജ്ഞർക്ക് ഈ സ്വരം വിസ്തരിക്കണമെങ്കിൽ എഴുതി പഠിക്കണം എന്നില്ലല്ലോ, തന്നെ വരുന്നത് പോലെ ഇതും തന്നെ വരുന്നതാണ്. ഒരു നിരീക്ഷണത്തിൻ്റെ ഒരു എലമെന്റ് തീർച്ചയായിട്ടും ഉണ്ടാവത്തില്ലേ? അക്ഷരങ്ങളെ ഇഷ്ടമായതുകൊണ്ട് ഒരക്ഷരത്തെ എനിക്ക് എത്ര നേരം വേണേലും നോക്കിയിരിക്കാൻ പറ്റും. ഈ യാത്രകളിൽ ചുവരുകളിലുള്ള അക്ഷരങ്ങളും കടകളുടെ ബോർഡുകളും അങ്ങനെ അക്ഷരം കാണുന്നിടത്തെല്ലാം ശ്രദ്ധിക്കാറുണ്ട്. അതിൻ്റെയൊക്കെ സ്വാധീനം എൻ്റെ ഇതിൽ ഉണ്ടാകാറുമുണ്ട്. നമ്മൾ പലപ്പോഴും ഇപ്പോൾ ജാപ്പനീസ്, ചൈനീസ്, ഒരു പരിധി നമ്മുടെ തമിഴ് ഭാഷ, ഇതിലൊക്കെ കുറച്ചുകൂടെ ഒരു ചിത്രകലയുടെ ഒരു സ്വാധീനം അല്ലെങ്കിൽ ഒരു ജാമിതീയ രൂപങ്ങളുടെ ഒരു സ്വാധീനം ഉള്ളതായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ മലയാളത്തിൻ്റെ അക്ഷരങ്ങൾ അങ്ങനെയല്ല, കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. എങ്ങനെയാണ് അങ്ങ് ഈ അക്ഷരങ്ങളെ വഴക്കിയെടുക്കുന്നത്? അക്ഷരത്തിനൊരു അനാറ്റമി ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അത് നമ്മൾ സ്റ്റൈലൈസ് ചെയ്യാം. സ്റ്റൈലൈസ് ചെയ്താലും ഈ അനാറ്റമി തെറ്റാതിരുന്നാൽ ഭംഗിയാകും. അഥവാ ഇപ്പോൾ എഴുതുമ്പോൾ ഒരെണ്ണം ഭംഗിയായില്ലെങ്കിൽ അത് തിരുത്താനോ ഒന്നും പോകാറില്ല. എഴുതി കഴിഞ്ഞതിനെ പറ്റി പിന്നെ ആലോചിക്കുന്ന പോലുമില്ല. അടുത്തത് നന്നാകുക എന്ന് മാത്രമേ വിചാരമുള്ളൂ. നമ്മൾ 80കളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാലത്ത് സിനിമയിലാണെങ്കിലും പത്മരാജൻ അടക്കമുള്ളവർ സിനിമയിലേക്ക് വരികയും സിനിമകൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാലഘട്ടമാണ്. തുടക്കകാലത്ത് അങ്ങ് സിനിമയുടെ ടൈറ്റിലുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പത്മരാജന് വേണ്ടിയിട്ട് കുറേ സിനിമയുടെ ടൈറ്റിലിനേക്കാൾ കൂടുതൽ ആദ്യം എഴുതി കാണിക്കുന്നത്, ക്രെഡിറ്റ്സ് കാണിക്കുന്നത്, അത്തരമാണ് ധാരാളം സിനിമയ്ക്ക് ചെയ്തിട്ടുള്ളത്. അത് പക്ഷെ ഒരു സമയത്തിന് ശേഷം അങ്ങനെ ഒരു തുടർച്ച ഉണ്ടാവതായിട്ട് കാണുന്നുമില്ല. അതിൻ്റെ തുടർച്ച ഇല്ലാതായിപ്പോയത് കമ്പ്യൂട്ടറിൻ്റെ വരവോടുകൂടി കൈകൊണ്ട് എഴുതുന്ന രീതി മാറി. ഇപ്പോഴും എൻ്റെ അടുത്ത് വരുന്നവർക്ക് ഞാൻ കൈകൊണ്ട് എഴുതി കൊടുക്കുന്ന രീതിയാണ്. കമ്പ്യൂട്ടറൊക്കെ വന്നതിന് ശേഷം കൈ എന്ന സംഗതി മനുഷ്യൻ ഉപയോഗിക്കേണ്ടതിൻ്റെ ഒരു സാധ്യത കുറഞ്ഞതായിട്ട് ചിലപ്പോൾ കാണാറുണ്ട്. പക്ഷെ അങ്ങ് ഇപ്പോഴും രൂപകൽപ്പന ചെയ്യുന്നതിനും വരയ്ക്കുന്നൊക്കെ കമ്പ്യൂട്ടറിനെയാണോ അതോ സ്വന്തമായിട്ട് തന്നെയാണോ കൂടുതൽ? അല്ല, ഞാൻ പേപ്പറിൽ പെരും മഷിയും ബ്രഷും ഒക്കെ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത്. കലിഗ്രാഫിയിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്നുള്ളൂ. പലരും ഉപയോഗിക്കുന്നുണ്ട്, അത് അവരെ സംബന്ധിച്ച് നല്ലതായിരിക്കും. പക്ഷേ എനിക്ക് കൈകൊണ്ട് ചെയ്യുന്ന ആ ഒരു സുഖം മറ്റേതിൽ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം കമ്പ്യൂട്ടറിലാകുമ്പോൾ ഇപ്പോൾ ഒരു ബ്രഷ് എടുത്താൽ ആ ബ്രഷ് കൊണ്ട് ആര് ഉപയോഗിച്ചാലും ഒരേ രീതിയിലേ വരുന്നുള്ളൂ. എൻ്റെ ബ്രഷ് കൊണ്ട് ഞാൻ പേപ്പറിൽ എഴുതുമ്പോൾ എനിക്ക് ഓരോ നിമിഷവും അതിൻ്റെ ടെക്സ്ചർ മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങ് തുടക്കത്തിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ച സമയത്ത് അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്യാനൊന്നും ഉള്ള സാധ്യത ഉണ്ടായിരുന്നില്ല. പക്ഷേ സ്വതന്ത്രമായി ജോലി ചെയ്യുന്ന സമയത്ത് അങ്ങക്ക് ഏറ്റവും സംതൃപ്തി നൽകിയ പരീക്ഷണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവില്ലേ? അല്ല, അത് ഞാൻ എല്ലാ ദിവസവും 2 കലിഗ്രാഫി വർക്കുകൾ വീതം ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തിലാണ്, മറ്റാർക്കു വേണ്ടിയുമല്ല. അതിന് ചില മോശം കമൻറ്റുകളൊക്കെ വന്നാലും ഒന്നും ഞാൻ അതിനെ ശ്രദ്ധിക്കാറ് തന്നെ ഇല്ല. അത് എൻ്റെ സ്വാതന്ത്ര്യത്തിന് ഞാൻ ചെയ്യുന്ന ഒരു വർക്കായിട്ടാണ് കാണുന്നത്. മറ്റേ സിനിമയ്ക്ക് വേണ്ടിയോ മറ്റൊരു പ്രസിദ്ധീകരണത്തിന് വേണ്ടിയോ അങ്ങനെയുള്ളതാകുമ്പം അവരുടെ ഒരു കൈകടത്തലൂടെ അതിൽ വരും. ഇതിനാകുമ്പം അതില്ല. പക്ഷേ ആ ഒരു ഭാവം കൃത്യമായിട്ട് വരുന്ന രീതിയിൽ ഇപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ആഴങ്ങളിലേക്ക് ചെല്ലാൻ സാധിക്കുന്നുണ്ടോ? ഇതിങ്ങനെ ചെയ്തു പോകുന്നു, അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അതിനകത്ത് എൻ്റെ ആ കൈവഴക്കം നഷ്ടമാകരുതെന്ന് മാത്രമാണ് എൻ്റെ ഒരു മനസ്സിലുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാ ദിവസവും ചെയ്യുന്നു. പ്രാക്ടീസാണ് എല്ലാത്തിനും അടിസ്ഥാനം. അപ്പോൾ അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി ചെയ്യുന്നേ ഉള്ളൂ. കാലിഗ്രഫി ഒരു കലയായിട്ടാണ് നമ്മൾ അവതരിപ്പിച്ചത്. പേർഷ്യൻ രാജ്യങ്ങളടക്കം ഇത് ഒരു വലിയ കലാരൂപമായിട്ട് തന്നെ വളർന്നു വന്നിട്ടുമുണ്ട്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ അങ്ങ് ശ്രദ്ധിക്കാറുണ്ടോ? അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലുള്ള കാലിഗ്രാഫർമാരെ പലരെയും പരിചയമുണ്ട്. ഞാൻ ഇവിടെ എല്ലാ വർഷവും ഒക്ടോബർ 2 തൊട്ട് 5 വരെ ഒരു ഫെസ്റ്റിവൽ നടത്താറുണ്ട്, ഒരു ഇൻ്റർനാഷണൽ കാലിഗ്രാഫി ഫെസ്റ്റിവൽ. ഇന്ത്യയിൽ നടക്കുന്ന ഏക ഇൻ്റർനാഷണൽ കാലിഗ്രാഫി ഫെസ്റ്റിവലാണത്. അതിന് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ഒക്കെ ധാരാളം പേര്, ഇത്തവണ 30ഓളം സ്പീക്കേഴ്സായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 5 പേര് ഇന്ത്യക്ക് പുറത്തുനിന്നും മറ്റുള്ളവർ ഇന്ത്യയിൽ നിന്നുമായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് അവരുടെ പുറത്തുള്ളവരുടെ രീതികളും അവരുടെ ശൈലികളെയും ഒക്കെ തന്നെ നേരിട്ട് കാണാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള അവസരം കിട്ടുവാണ്. അത് എനിക്ക് മാത്രം കിട്ടിയാൽ പോരാ, ഇവിടെ ഉള്ള ഇതിൽ താല്പര്യമുള്ളവർക്കും വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്തരം ഒരു ഫെസ്റ്റിവലായിട്ട് നടത്തുന്നത്. അങ്ങിപ്പോൾ ദേശീയ തലത്തിലടക്കം കാലിഗ്രാഫിയുമായി ബന്ധപ്പെട്ട വർക്ക്ഷോപ്പുകളും ക്ലാസ്സുകളും ഒക്കെ ഇപ്പോൾ നിരന്തരമായി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു അനുഭവം എങ്ങനെയാണ്? കേരളത്തിലാണ്
പൊതുവെ താല്പര്യമുള്ളവരില്ല എന്നല്ല പറയുന്നത്. ബോംബെ, ഡൽഹിയിലൊക്കെയാണ് ധാരാളം പേരുണ്ട് കാലിഗ്രാഫി ചെയ്യുന്നവർ. നല്ല അനുഭവം തന്നെയാണ്. അവരുടെ നിന്ന് പലതും എനിക്കും മനസ്സിലാക്കാൻ പറ്റും, എൻ്റെ നിന്ന് പലതും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ദക്ഷിണേന്ത്യയിലാണ് പൊതുവേ കാലിഗ്രാഫിക്ക് പ്രചാരം കുറവായിട്ടുള്ളത്. ഉത്തരേന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നല്ലപോലെ കാലിഗ്രാഫി ഉണ്ട്. ഈ ഭാഷയുടെ ലിപി ഇതിനകത്തൊരു ഘടകമാവുന്നുണ്ടോ? ആദ്യകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നെങ്കിലും കാലിഗ്രാഫി വളരെ അധികം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴ് ലിപിയേക്കാൾ നമ്മളിപ്പം ഉപയോഗിക്കുന്ന ടൂൾ ഏതാണോ ആ ടൂളിൻ്റെ ആ സ്ട്രോക്കിനാണ് പ്രാധാന്യം. അത് വായിക്കാൻ കഴിയില്ലെങ്കിൽ പോലും അത് പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ ചിലരുടെയൊക്കെ പരാതി അതാണ്, ഇത് വായിക്കാൻ പറ്റുന്നില്ല എന്നാണ്. അപ്പോൾ എനിക്ക് അതിനുള്ള മറുപടി ഇത് വായിക്കാൻ വേണ്ടിയല്ല, കാലിഗ്രാഫി കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പം അറബി കാലിഗ്രാഫിയോ ചൈനീസ് കാലിഗ്രാഫിയോ ഒക്കെ എനിക്കതൊന്നും വായിക്കാൻ അറിഞ്ഞൂടാ, പക്ഷേ എനിക്കത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. മലയാളം നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ വായിക്കാൻ ശ്രമിക്കുന്നു, പറ്റാത്തത് കൊണ്ടുള്ള ഒരു നിരാശയാണ്. അങ്ങനെ കാണണ്ട, അതിനെ ഒരു വർക്ക് ഓഫ് ആർട്ടായിട്ട് കാണുകയും വായിക്കാതെ തന്നെ ആസ്വദിക്കാൻ പറ്റുകയും ചെയ്യുന്നെങ്കിൽ അതാണ് നല്ലത്. ഒരു വർക്ക് ഓഫ് ആർട്ട് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിൻ്റെ പ്രദർശനങ്ങൾ ഇപ്പോൾ നടത്താറുണ്ട്. അങ്ങയുടെ തന്നെ കാലിഗ്രാഫി പ്രദർശനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്രദർശനത്തിൽ വരുന്ന ആളുകളുടെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ്? പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രദർശനം നടത്തുമ്പോൾ ഇതിനെപ്പറ്റി അറിയാൻ വയ്യാത്തവരും ഒക്കെ വരാറുണ്ട്. അങ്ങനെ ഉള്ളവർക്ക് ചിലപ്പം ഇത് ആസ്വദിക്കാൻ പറ്റുന്നില്ല. താല്പര്യമുള്ളവർ നല്ലപോലെ ആസ്വദിക്കുന്നുണ്ട്. കുമാരനാശാൻ്റെ കവിതകൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കാലിഗ്രാഫി എക്സിബിഷൻ പോലെ അങ്ങയുടെ കാണുകയുണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള പ്രൊജക്റ്റുകളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടോ? പ്രോജക്റ്റ് ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളതല്ല, ഞാൻ എല്ലാ ദിവസവും ഈ സോഷ്യൽ മീഡിയയിലേക്ക് എഴുതുന്നത് കവിതയാണ്. പഴയ രീതിയിലുള്ള ഛന്ദസ്സുള്ള കവിതകളാണ് എനിക്ക് ഇഷ്ടം. ഞാനത് ചൊല്ലിക്കൊണ്ടാണ് എഴുതുന്നത്. വെളുപ്പിന് 3 മണിക്ക് എണീറ്റാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഉച്ചത്തിൽ ചൊല്ലാൻ പറ്റില്ല, എനിക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ ചൊല്ലി ഞാൻ എഴുതുന്നു. അപ്പം കുമാരനാശാൻ്റെ ഒക്കെ കവിതകൾ നേരത്തെ തൊട്ടേ ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ എഴുതി വന്നു. കുറേ കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ചിന്താവിഷ്ടയായ സീതയിലെ മുഴുവൻ ശ്ലോകങ്ങളും എഴുതിയിട്ടുണ്ടെന്ന് കണ്ടത്. അപ്പോൾ പിന്നെ അത് പുസ്തകമാക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചു. 2 മാസമായിട്ട് വൈലോപ്പള്ളിയുടെ കവിതകളാണ് എഴുതുന്നത്. ആ കവിതയോടുള്ള ഇഷ്ടം മാത്രമേ ഉള്ളൂ, അതിനകത്ത് വേറൊന്നുമില്ല. കവിതകൾ ചൊല്ലുന്നതല്ലാതെ കവിതകൾ എഴുതാറുണ്ടോ? ഇല്ല, മറ്റുള്ളവരുടെ കവിത ഇങ്ങനെ കാലിഗ്രാഫി ചെയ്യാറേ ഉള്ളൂ, അല്ലാതെ കവിത എഴുതാനില്ല. ശരിക്കും എനിക്ക് തോന്നുന്നത് ഗദ്യത്തെക്കാളേറെ കാലിഗ്രാഫിക്ക് സാധ്യതയുള്ളത് കവിതകളിലാണ് തോന്നുന്നല്ലേ? കവിത വേണമെന്നൊന്നുമില്ല, എന്തും എഴുതാൻ. ഇപ്പോൾ തസ്രാക്കിലുള്ള സ്മാരകത്തിൽ OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തെ ബേസ് ചെയ്ത് 30 കാലിഗ്രാഫി, 28 അധ്യായമാണല്ലോ ഖസാക്കിൻ്റെ ഇതിഹാസം. അതിൽ 28 അധ്യായത്തിൽ നിന്ന് ഓരോ പോർഷനും എടുത്ത് പിന്നെ 2 ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് OV വിജയൻ, അങ്ങനെ 30 അവിടെ സ്ഥിരമായിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം കവിതയെക്കാളും നല്ല ഗദ്യമായിട്ടല്ലേ തോന്നുന്നത്. അപ്പം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന എന്ത് സാധനവും പറ്റും എന്നാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നതിൻ്റെ ഇടയ്ക്ക് പറയുകയുണ്ടായി സാങ്കേതിക വിദ്യ കയറി വരുന്നതിനെക്കുറിച്ച്. അപ്പം അങ്ങേപ്പോലെ ഇപ്പോഴും ബ്രഷ് കൈകൊണ്ടെടുക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പുതിയ തലമുറയ്ക്ക് മുമ്പിൽ ഈ ഒരു ബ്രഷിൽ നിന്നും കടലാസിൽ നിന്നൊക്കെ അകന്നു പോകുന്നതായിട്ട് തോന്നുന്നുണ്ടോ? പുതിയ കുട്ടികൾ അങ്ങനെ ആണ്. ഞാനവിടെ ക്ലാസ് നടത്തുന്നുണ്ട്. അപ്പം അവിടെ കുട്ടികൾ വന്നിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ അവർ വരാൻ വിമുഖത കാണിക്കുന്നുണ്ട്. ചോദിക്കുമ്പോൾ അവരെന്തിനാണ് എഴുതുന്നതെന്നാണ് അവരുടെ ചോദ്യം. എഴുതുന്നത് പോലും അവർക്ക് മടിയായി തുടങ്ങി. അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. എല്ലാ കാര്യങ്ങളും എഴുതണം എന്നല്ല പറയുന്നത്, ഒരു ഹോബിയായിട്ട് കണ്ടെങ്കിലും ഇത് ചെയ്യുന്നത് മനസ്സിന് ഒരു സംതൃപ്തി കിട്ടുന്ന കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് മാത്രമല്ല, പലർക്കും ആ അനുഭവം ഉണ്ടായിട്ടുള്ളതായിട്ടും എനിക്കറിയാം. അങ്ങയുടെ ശിഷ്യരായിട്ട് അതേപോലെ വളർന്നു വന്നിട്ടുള്ള ആളുകൾ ഉണ്ടാവത്തില്ലേ? പലരും എൻ്റെ ഈ വർക്ക്ഷോപ്പുകളിലൊക്കെ പങ്കെടുത്തത് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ശിഷ്യരായിട്ടൊന്നും ആരെയും കാണാൻ പറ്റുന്നെന്ന് തോന്നുന്നില്ല. അങ്ങ് ചിത്രകല പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ചിത്രകലയും കാലിഗ്രാഫിയും തമ്മിലുള്ളൊരു ബന്ധമുണ്ട്. ഇത് സംയോജിപ്പിച്ചുകൊണ്ടുള്ള കലാരൂപങ്ങൾ, പെയിൻറ്റിങ്സ് തന്നെ ഉണ്ടായിട്ടില്ലേ? KCS പണിക്കരുടെയൊക്കെ ചില ചിത്രങ്ങളൊക്കെ അങ്ങനെയാണെന്നാണ് പറയുന്നത്. കാലിഗ്രാഫി ആകുമ്പോൾ അക്ഷരങ്ങൾക്ക് കുറച്ചുകൂടെ പ്രാധാന്യം വേണമെന്നാണ് ഞാൻ കരുതുന്നത്. അതിനകത്ത് ചിത്രത്തിൻ്റെ അംശം പാടില്ല എന്നല്ല, പ്രാധാന്യം അക്ഷരങ്ങൾക്കാകണം. അങ്ങനെ ഉള്ളതിനെയാണ് നല്ല കാലിഗ്രാഫിയായിട്ട് ഞാൻ കാണുന്നത്. ഇനി അങ്ങോട്ടുള്ള കാലത്തിൻ്റെ സാധ്യത എങ്ങനെയാണ് കാണുന്നത്? സാധ്യതയെപ്പറ്റി ഒന്നും പറയാൻ പറ്റുന്നില്ല. കുട്ടികൾ വളരെ കുറച്ച് പേരാണ് താല്പര്യം കാണിച്ചു വരുന്നത്. ബോംബെയിലൊന്നും അങ്ങനെയല്ല, കുട്ടികൾ ധാരാളമാണ് വരുന്നത്. അവിടെ വർക്ക്ഷോപ്പ് നടത്തുമ്പോൾ 50-60 പേരൊക്കെ, സാധാരണ ഒരു 25-30 പേരെ വെച്ചാണ് ഞാൻ ഇത് നടത്തുന്നത്. അതിൽ കൂടുതലായാൽ എല്ലാവരെയും ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്. അതും ഹൈസ്കൂൾ +2 പോലുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ തൊട്ട് മുകളിലോട്ടുള്ള ധാരാളം പേരാണ്. അവർക്കതിൻ്റെ സാധ്യതകളും ഉള്ളത് കൊണ്ടാകാം. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു സാധ്യത കാണാത്തത് കൊണ്ടാകാം കുട്ടികൾ വരാത്തതെന്ന് തോന്നുന്നു. സാധ്യത കാണാത്തത് ആളുകൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കുന്നതിൻ്റെ വ്യത്യാസം കൊണ്ടാണ്. അതൊരു ജോലി സാധ്യതയുടെ മുകളിലാണല്ലോ ഇപ്പോൾ കാര്യങ്ങൾ കാണുന്നത്.
പക്ഷെ അങ്ങാണെങ്കിൽ അതേസമയം തന്നെ പഠിക്കുന്ന സമയം തൊട്ടേ ഇത് ഒപ്പം കൊണ്ട് നടന്നിട്ടുള്ള ഒരാളുമാണ്. അല്ല, ആ ജോലി സാധ്യത അല്ല, ഞാൻ പറയുന്നത് ഇതൊരു ഹോബിയായിട്ട് കാണുക. അതെ, ഹോബിയായിട്ട് കാണുമ്പോൾ ഒരുപാട് വ്യത്യാസം തോന്നും. ഗ്രാഫിക് ഡിസൈനിങ് ആണ് എൻ്റെ പ്രധാന ജോലി. അതിനിടയ്ക്ക് ചില സമയത്ത് വല്ലാത്ത തിരക്കും ഇതുമൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു സ്ട്രെസ് റിലീസിന് വേണ്ടിയിട്ട് അകത്ത് നിന്ന് ബ്രഷ് എടുത്ത് ഒരു വര വരയ്ക്കുമ്പോൾ എനിക്ക് ആശ്വാസമാണ് കിട്ടുന്നത്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്നോട് ചോദിച്ചു, കാലിഗ്രാഫിക്ക് സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ എന്താ കുഞ്ഞുങ്ങളോടൊക്കെ പറയുന്നതെന്ന് അറിഞ്ഞൂടാ. നമ്മൾ തുടക്കത്തിൽ 80കളിലെ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പം ഈ കാലഘട്ടങ്ങളെല്ലാം 80കൾക്ക് ശേഷം 90കൾ പിന്നെ ഇപ്പോൾ വന്ന് നിൽക്കുന്ന ജനറേഷൻ വരെയുള്ള തലമുറകളുടെ എല്ലാം മാറ്റങ്ങൾ അടുത്തുനിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ്. ഒരു കലാകാരൻ നിലയ്ക്ക് ഈ മാറ്റങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? മാറ്റം പലതരത്തിലുണ്ട്. നല്ല മാറ്റമുണ്ട്, ചീത്ത മാറ്റമുണ്ട്. നല്ല മാറ്റത്തിനെ നന്നായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. കാലിഗ്രാഫി ചെയ്യുന്നത് നല്ലതാണ് എന്ന് വെച്ച് അത് കമ്പ്യൂട്ടറിൽ പുതിയ രീതി ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഗ്രാഫിക് ഡിസൈനറായിട്ടാണ് അങ്ങ് പ്രവർത്തിക്കുന്നതിൽ ഒരു വലിയ പങ്കും. അതിൽ ഈ കാലിഗ്രഫിക്ക് അപ്പുറമുള്ള സാധ്യതകൾ വേറെയും ഉണ്ട്. അപ്പോൾ അത്തരം സാധ്യതകളെക്കുറിച്ചൊന്ന് പറയാമോ? ഡിസൈനിങ് ജോലികൾ എല്ലാം കാലിഗ്രാഫി അതിൽ ഉൾപ്പെടുത്തണമെന്ന് തന്നെയില്ല. ഉൾപ്പെടുത്താത്ത ധാരാളം ജോലികളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ സാധ്യതയുള്ള ജോലികളാണ്. അതെ, പ്രത്യേകിച്ച് അങ്ങ് ലോഗോകളൊക്കെ ഡിസൈൻ ചെയ്യുക, അതൊക്കെ അങ്ങയുടെ ഒരു കലാപരമായ ഇൻപുട്ടോട് കൂടി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് സാധിക്കുന്നത്? പഠിക്കാൻ വന്നപ്പോഴത്തോട് ഈ ജോലി ചെയ്ത് ജീവിക്കുന്ന ആ സാഹചര്യത്തിൽ അത്തരം ജോലികളൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഒരു വ്യത്യാസം വന്നിട്ടുള്ളത്, അക്കാലത്ത് നമ്മൾ ചെയ്യുന്നതിന് കുറച്ചുകൂടെ ഒരു വിലയുണ്ടായിരുന്നു. ഇപ്പോഴ് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലാത്തവർ വരെ അഭിപ്രായം പറഞ്ഞ് നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യം തരായിക ഒക്കെ അനുഭവിക്കുന്നുണ്ട്. ഇപ്പം ആർക്കും അഭിപ്രായം പറയാവുന്ന ഒരു മേഖലയായി ഡിസൈനിങ് മാറിയിരിക്കും. അതിൻ്റെ ഒരു വിഷമമുണ്ട്. കല എന്നതിനപ്പുറത്തേക്ക് കൊമേഴ്ഷ്യലൈസ് ചെയ്തതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും ഒരു പക്ഷേ. അന്നും അത് കൊമേഴ്ഷ്യലായിരുന്നു, പക്ഷേ അന്ന് അങ്ങനത്തെ ഇടപെടലില്ലായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പുസ്തകത്തിൻ്റെ കവർ ചെയ്ത് കൊടുത്താൽ അത് സാധാരണഗതിയിൽ അംഗീകരിക്കുകയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും സജഷൻ പറയും. ഇപ്പോൾ അങ്ങനെയല്ല. ഒരു പുസ്തകത്തിൻ്റെ കവർ ചെയ്യാൻ വന്നാൽ തന്നെ ഒരുപാട് നിർദ്ദേശങ്ങളാണ്. അതിൻ്റെ കഥ മുഴുവൻ പറയുക, അത് അതിനകത്തുള്ള എല്ലാം ഇതിൽ ഉൾപ്പെടുത്തുക, അങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഒരുപാട് പുസ്തകങ്ങളുടെ കവറുകൾക്ക് പിന്നിൽ അങ്ങയുടെ കരങ്ങളാണ്. പക്ഷെ ഏറ്റവും സന്തോഷം നൽകിയ ഒരു അനുഭവം അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, തലക്കെട്ടുകൾ 1,00,000-ലേറെ എഴുതിയിട്ടുണ്ട്. ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഈ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലിഗ്രാഫി 5,912 അതിലേതാ നല്ലതെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. 3,500ഓളം പുസ്തകങ്ങൾക്ക് കവർ ചെയ്തിട്ടുണ്ട്. ഏതാണെന്നൊന്നും ഓർമ്മ പോലും ഇല്ല. ഇടയ്ക്ക് ഒരേ പുസ്തകത്തിന് തന്നെ ഒന്നിലധികം കവറുകൾ, ഇപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡ് ഇപ്പോൾ തുടങ്ങി വെച്ചത്. ഖസാക്കിൻ്റെ ഇതിഹാസം 50 വർഷം തികഞ്ഞപ്പോൾ DC ബുക്സിന് വേണ്ടിയിട്ട് ചിത്രങ്ങളൊന്നും ഇല്ലാതെ കാലിഗ്രാഫിയിൽ ചെയ്ത 4 കവർ ഒരേ സമയത്ത് തന്നെ 4 മുഖചിത്രങ്ങളും വെച്ച് പുസ്തകം ഇറങ്ങുകയും ചെയ്തു. അതിനൊരു പുതുമയായിരുന്നു. അതെ. പക്ഷെ അത്തരം ഒരു വർക്കുകളൊക്കെ വരുമ്പോഴത്തേക്ക് അതൊരു വെല്ലുവിളിയായിട്ട് തോന്നാറുണ്ടോ? ഒന്നും വെല്ലുവിളിയല്ല, നമ്മൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ചിലപ്പം മോശമാകും. എല്ലാം ചെയ്യുന്നതെല്ലാം നല്ലതാണെന്ന് വിചാരിക്കുന്നില്ല. മോശമാകുന്നു, മനഃപൂർവ്വം മോശമാക്കുന്നതല്ല എന്നുള്ളത് കൊണ്ട് അതിൽ വിഷമവുമില്ല. നമുക്ക് ആ സ്കൂൾ ജീവിതത്തിലേക്ക് ഒന്നുകൂടെ പോവാം. അവിടെ നിന്നാണ് നമ്മൾ ആരംഭിച്ചത്. അപ്പോൾ അങ്ങനെ അന്ന് എഴുതി തുടങ്ങുന്ന സമയത്ത് ഇത് തിരുത്താനും അല്ലെങ്കിൽ ഗൈഡ് ചെയ്യാനും ആരുമില്ലായിരുന്നു. കാലത്തുള്ള ഈ പ്രസിദ്ധീകരണങ്ങളിൽ വരുന്ന അക്ഷരങ്ങളും ഇതുമൊക്കെ കണ്ട് ഞാൻ വെറും നാട്ടിൻപുറത്ത് വളർന്നതുകൊണ്ട് അല്ലാതുള്ള കാഴ്ചയ്ക്ക് പരിമിതികളും ഉണ്ടല്ലോ. പിന്നെ അച്ഛനൊരു പ്രസ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ പോകുമ്പോൾ പലതരത്തിലുള്ള ഫോണ്ടുകൾ കാണാനും ഒക്കെ അവസരം ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന്. അങ്ങയുടെ ഇനി ആ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോളേജിന് വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്തേക്ക് അങ്ങ് എത്തിയേക്കുന്നത്. ഇപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? സ്കൂൾ വിദ്യാഭ്യാസം പന്തളത്ത്, എടപ്പോൺ എന്ന് പറയുന്ന പ്രൈമറി സ്കൂൾ അവിടെ ആയിരുന്നു. അതിന് ഹൈസ്കൂള് പന്തളത്തായിരുന്നു. കോളേജിൽ BA-ക്ക് മാവേലിക്കര ബിഷപ്പൂർ കോളേജിലായിരുന്നു. അവിടുന്ന് അത് കഴിഞ്ഞിട്ടാണ് ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കാൻ തിരുവനന്തപുരത്ത്. ആ ഒരു മേഖല എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എഴുത്തുകാരും കലാകാരന്മാരും ഒക്കെ ഉള്ളൊരു മേഖല കൂടെയാണ്. അതിൻ്റെ ഒരു സ്വാധീനം അറിയാതെ ഒരു പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള വന്ന് കാണും. മലയാളം BA ആണ് പഠിച്ചത്. ഈ സാഹിത്യവുമായിട്ടൊക്കെ വായിച്ചുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ കലാകൗമുദിയിൽ ജോലി ചെയ്തു. അതൊക്കെ ആകാം സാഹിത്യത്തോടും സാഹിത്യകാരന്മാരോടും അടുപ്പം ഉണ്ടാകാൻ കാരണമായത്. കലാകൗമുദിയുടെ ആ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രഗത്ഭരായ ആളുകളൊപ്പം ഉണ്ടായിരുന്നു. 18 വർഷത്തോളം ഞാൻ കലാകൗമുദിയിലുണ്ടായിരുന്നു. അപ്പോൾ അതാ ആ കാലത്തുള്ള ഏറ്റവും പ്രമുഖമായ കൃതികളെല്ലാം ആ സമയത്ത് കലാകൗമുദിയിലാണ് വന്നിരുന്നത്. അപ്പോൾ അങ്ങനെ അവരുമായിട്ട്, പക്ഷേ ഇത്രയും തലക്കെട്ടുകൾ കലാകൗമുദിക്ക് വേണ്ടി എഴുതിയിട്ടുണ്ടെങ്കിലും അക്കാലത്ത്
ആരും ഈ സാഹിത്യകാരന്മാർ പോലും ഇത് എഴുതിയാൽ നല്ലതാണെന്ന് പറഞ്ഞിട്ടില്ല. അതെ, പലപ്പോഴും വരയിൽ നമ്മുടെ ഒരു പേരോ സ്പർശമോ വെക്കാൻ സാധിക്കുന്ന പോലെ അതും ഒരു കാരണമാകാം. പക്ഷേ അതിന് മുമ്പൊക്കെ എല്ലാ പ്രസിദ്ധീകരണത്തിലും ഇപ്പോൾ ചിത്രം വരയ്ക്കുന്ന ആൾ തന്നെയായിരുന്നു തലക്കെട്ട് എഴുതുന്നത്. കലാകൗമുദിയിലാണ് അതിനൊരു മാറ്റം വന്നത്. അപ്പോൾ അന്നേരം സാധാരണക്കാർ അല്ലെ എഴുത്തുകാരൊന്നും അത് അത്ര ശ്രദ്ധിക്കുന്നില്ല. നമ്പൂരി ചിത്രങ്ങൾ വരയ്ക്കും, നമ്പൂരി തന്നെ ആയിരിക്കും തലക്കെട്ട് എഴുതുന്നതെന്ന് ധരിച്ചു കാണും. പക്ഷെ എന്നാലും ഈ ഒരു തലക്കെട്ടുകളെ കുറിച്ച് ആളുകൾ അഭിനന്ദിക്കുന്ന കേട്ടിട്ടുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. അക്കാലത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2012-ലോ 2013-ലോ ഈ 1,00,000 തലക്കെട്ടുകൾ എഴുതുന്ന തിരഞ്ഞെടുത്ത 150ഓളം തലക്കെട്ടുകളുടെ ഒരു എക്സിബിഷൻ നടത്തി. അപ്പോൾ അത് കണ്ടപ്പോഴാണ് പലരും നല്ലതാണെന്നും ഇത് ഞാനാണ് എഴുതിയതെന്നും ഒക്കെ തിരിച്ചറിഞ്ഞത്. അങ്ങനെ ഒരുപാട് ഇത് കിട്ടിയിട്ടുണ്ട്. ആ ഒരു എക്സിബിഷനോടെയാണ് എൻ്റെ ഈ കലിഗ്രാഫി ജീവിതത്തിനൊരു വഴിത്തിരിവ് ആകുന്നത്. സുന്ദർ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്താണ് ഈ എക്സിബിഷൻ ക്യൂറേറ്റ് ചെയ്തത്. സുന്ദർ ഇപ്പോൾ ഇല്ലാതെ മരിച്ചുപോയി. അപ്പോൾ ഈ എക്സിബിഷൻ്റെ നല്ല പ്രതികരണം കിട്ടിയപ്പോൾ സുന്ദർ എന്നോട് പറഞ്ഞു, ഇത് ഇവിടെ കൊണ്ട് നിർത്തരുത്, ഇത് തുടർന്ന് പോകണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ കലാകൗമുദിയിലില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് വേറെ ഒന്നും ജോലിയില്ലല്ലോ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോൾ സുന്ദർ പറഞ്ഞു, അങ്ങനെ ജോലി വേണമെന്നില്ല, ദിവസവും എന്തെങ്കിലും എഴുതുക. അപ്പോൾ ഞാൻ ചോദിച്ചു, എഴുതി കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അന്ന് തുടങ്ങിയതാണ് ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ. അതാണ് ഇപ്പം 5,900 ആയി നിൽക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു എക്സിബിഷൻ വരുമ്പോഴത്തേക്കാണ് ഒരു കല എന്ന നിലയ്ക്ക് മലയാളത്തിലൊരു പക്ഷേ അങ്ങനെ പരീക്ഷണം തന്നെ ആദ്യമായിട്ടായിരിക്കും. അതെ. അപ്പോൾ നമ്മൾ ചിത്രങ്ങളുടെ കേസ്, ചിത്രങ്ങൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് എക്സിബിഷൻ നടത്തുക എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ അതിൻ്റേതായ അത് വാങ്ങാൻ ആളുകൾ വരുന്നു. പക്ഷെ അതേപോലൊരു റെസ്പോൺസ് ഇതിലേക്ക് വന്നിട്ടുണ്ടോ? അന്ന് ഈ തലക്കെട്ടുകളാണെങ്കിൽ പോലും 1-2 പേര് അത് ഇഷ്ടപ്പെട്ട് മേടിച്ചുകൊണ്ട് പോയി. പിന്നെ ആ രീതിയിൽ എഴുതിത്തരണം, വീടിൻ്റെ പേരോ അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ പേരോ സിനിമയുടെ പേരോ ഒക്കെ എഴുതിത്തരണം എന്ന് പറഞ്ഞ് പലരും വന്നു തുടങ്ങി. അതിൽ നിന്നുണ്ടായ വേറൊരു ഗുണം ഇതാണ്. ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്നത് കണ്ട് ബോംബെയിലുള്ള സാരംഗ് കുൽക്കർണി എന്ന് പറയുന്ന അദ്ദേഹം എന്നെ ക്ഷണിക്കുകയായിരുന്നു പൂനെയിൽ നടക്കുന്ന ഒരു കലിഗ്രാഫി ക്യാമ്പിലേക്ക്. അവർ 12 പേരെയാണ് ഉദ്ദേശിച്ചത്. അതിലൊന്ന് ഞാനായിരുന്നു. എന്നെ കൂടാതെ ഇന്ത്യയിലെ പ്രഗത്ഭരായ 11 കലിഗ്രാഫർമാരും അവിടെ ഉണ്ടായിരുന്നു. കലിഗ്രാഫിയെ പറ്റിയുള്ള എൻ്റെ ധാരണയ്ക്കൊരു മാറ്റം വരുത്തിയത് ആ ക്യാമ്പാണ്. അതിനു മുമ്പ് വെറുതെ എഴുതുക എന്ന് മാത്രമേ ഞാൻ ധരിച്ചിരുന്നുള്ളൂ. ചിത്രം പോലെ തന്നെ സ്വതന്ത്ര കലാരൂപമായിട്ട് തന്നെ കലിഗ്രാഫിയെ മാറ്റാൻ കഴിയുമെന്ന് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവിടെയാണ് എൻ്റെ കലിഗ്രാഫി രീതിയിൽ മാറ്റം വന്നത്. അതിനുശേഷം ഇതുപോലെ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന് എന്തൊക്കെയാണ് അങ്ങ് വ്യത്യസ്തതയായിട്ട് പിന്നീട് അങ്ങയുടെ ഒരു വർക്കുകൾ വന്നിട്ടുള്ളത്? ഇപ്പോൾ ചെയ്യുന്ന ആ രീതിയിലുള്ള ധാരാളം വർക്കുകളാണ്. അപ്പോൾ അതിന് നിറങ്ങൾ ഉപയോഗിക്കാനും അതിൻ്റെ ഒരു കോമ്പസിഷനും അതിൻ്റെ വലിപ്പങ്ങളും എല്ലാം വ്യത്യാസപ്പെട്ടു. പണ്ട് ടൈറ്റിലുകൾ എഴുതുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ, വെറുതെ ഒരു ചെറിയ പേപ്പറിൽ ഇങ്ങനെ തലക്കെട്ട് എഴുതുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, വളരെ വലിയ പേപ്പറിലും വലിയ ക്യാൻവാസിലും ഒക്കെ തന്നെ ചെയ്യാനും ബുദ്ധിമുട്ടില്ല. അതിൻ്റെ ആ ഒരു കോമ്പസിഷൻ്റെ രീതിയും അത്തരങ്ങളെല്ലാം അതിന് അനുയോജ്യമായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പണ്ട് പ്രിന്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്ത ആ സ്ഥാനത്ത് സോഷ്യൽ മീഡിയ ആകട്ടെ അല്ലാതാകട്ടെ ഈ നിറങ്ങൾ ഒരു പക്ഷേ ഒരു ഭാഗമാണ്. സാധ്യതകൾ ഒരുപാട് അല്ലാതെ തുറന്നു കിട്ടുന്നുണ്ട് അതിൻ്റെ വിഷ്വൽ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ശരിക്കും പെയിൻറ്റിങ് പോലെ തന്നെ ഒരു കലാരൂപമായിട്ട് ആർക്കും ആസ്വദിക്കാൻ പറ്റുമെന്നാണ് ഞാൻ കാണുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് പെയിൻറ്റിങ്ങിനേക്കാൾ ഒരു പടി മുകളിലാണ് കലിഗ്രാഫി എന്ന് പറയുമ്പോൾ പലരും എതിർത്തിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. പെയിൻറ്റിങ്ങിലാണെങ്കിൽ ഒരു രൂപമുണ്ട്, ഒരു നിറമുണ്ട്, ഒരു ആശയമുണ്ട്. കലിഗ്രാഫിയിലും അത് 3 അത് കൂടാതെ ഒരു അക്ഷരമോ ഒരു വാക്കോ കൂടിയുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊരാൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. പല കലാരൂപങ്ങളുടെ അങ്ങനെയാണ്. ഇപ്പം സിനിമയുടെ ഷൂട്ടിങ് കണ്ടുകൊണ്ടിരിക്കാൻ രസമില്ല, നാടകത്തിൻ്റെ റിഹേഴ്സൽ കണ്ടുകൊണ്ടിരിക്കാൻ രസമില്ല. കലിഗ്രാഫിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. കലിഗ്രാഫി ചെയ്യുന്നത് തൊട്ട് രസമാണ്, ചെയ്ത് കഴിഞ്ഞ് പൂർത്തിയാക്കിയാലും കാണാൻ രസമാണ്. അപ്പം അങ്ങനെയാണ് മറ്റേതിൽ നിന്നൊക്കെ വ്യത്യാസമായ ഒരു കലാരൂപമായിട്ട് കാണുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിന് വളരെ ആശ്വാസം നൽകുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വർഷം സൗത്ത് കൊറിയയിൽ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഉണ്ട് കലിഗ്രാഫിക്ക്. അപ്പോൾ അതിന് പോയപ്പോൾ അവിടെ ഞങ്ങളുടെ കൂടെ വന്ന ഒരു സ്ത്രീ, അവരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ കലിഗ്രാഫറാണ്, 10 വർഷമായിട്ട് കലിഗ്രാഫി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അതിന് മുമ്പ് എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ, അതിന് മുമ്പ് ഒരു ബാങ്കിൽ ജോലിയായിരുന്നു. ഒരു ദിവസം എന്തോ സുഖമില്ലാതെ വന്ന് ആശുപത്രി ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസറാണ്. അതോടെ അവർ വല്ലാത്ത നിരാശയിലായി. ബാങ്കിലെ ജോലി രാജിവെച്ചു. ഇത് തന്നെ ആലോചിച്ച് വീട്ടിലിരുന്ന് വിഷമിക്കുകയാണ്. ക്യാൻസറിനേക്കാൾ ഭീകരമാണല്ലോ അത് ഉണ്ട് എന്നറിയുന്ന ആ മുഹൂർത്തം. അവരതോടെ തളർന്നു.
അപ്പോൾ ആ സമയത്താണ് ഫെസ്റ്റിവൽ നടത്തുന്ന കിം എന്ന് പറയുന്ന അദ്ദേഹവുമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കലിഗ്രാഫി ചെയ്യാൻ പറഞ്ഞു. അവർ അന്ന് തൊട്ട് ദിവസം കലിഗ്രാഫി ചെയ്തു. ഇപ്പോൾ 10 വർഷമായി എന്ന് പറഞ്ഞു. അവരുടെ ക്യാൻസർ മാറി. അവർ വിശ്വസിക്കുന്നത് ഈ കലിഗ്രാഫി ചെയ്തുകൊണ്ടാണെന്ന്. ഞാനത് വിശ്വസിക്കുന്നുമില്ല. മനസ്സിനുണ്ടാക്കിയ മാറ്റമാണ് അവരുടെ ക്യാൻസർ മാറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം മനസ്സിന് ആ മാറ്റം ഉണ്ടാക്കാൻ കാര്യം കലിഗ്രാഫിയാണ്. ഇതിന് മാത്രമല്ല പല കലകൾക്കും ഉണ്ട്. പക്ഷേ ഇപ്പം നമുക്കൊരു വിഷമം വന്നിരിക്കുമ്പോൾ നമ്മൾ പാടുന്നു എന്ന് വെച്ചാൽ നമുക്ക് ഒച്ചത്തിൽ പാടാൻ പറ്റത്തില്ല. പല കലകൾക്കും അങ്ങനെയുള്ള പരിമിതിയുണ്ട്. ഇതിനാകുമ്പം അതില്ല. കലിഗ്രാഫി ചെയ്യാൻ ഒരു മനസ്സന്നേരം കിട്ടുന്നത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. മാത്രമല്ല അക്ഷരങ്ങളുമായിട്ടാണ്. അതെ. അപ്പം അതിനൊരു വല്ലാത്ത ജീവിത ബന്ധം തന്നെയാണ്. അതെ അതെ. അങ്ങിപ്പോൾ യാത്രകൾ ഒരുപാട് ചെയ്യാറുണ്ടോ? കാലിഗ്രാഫിയുമായിട്ട് ബന്ധപ്പെട്ട് യാത്രകളുണ്ടെന്നേ ഉള്ളൂ. ഇപ്പോൾ തന്നെ അടുത്ത മാസം സൗത്ത് കൊറിയയിൽ അവിടെ നിന്നാണ് എനിക്ക് ആദ്യത്തെ അവാർഡ് കിട്ടിയത്. 3 വർഷം തുടർച്ചയായിട്ട് കിട്ടി. എല്ലാ വർഷം ഞാൻ അതിൻ്റെ ജൂറിയിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുന്നു. നമ്മൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ ഇത്തരം കലിഗ്രാഫി വർക്കുകൾ കാണുമ്പോൾ പ്രത്യേകിച്ചും പല ഭാഷകൾ, അപ്പോൾ ഏറ്റവും മനോഹരമായിട്ട് അങ്ങനെ തോന്നിയിട്ടുള്ളത് ഏതൊക്കെ ഭാഷകളിലാണ്? എനിക്ക് ചൈനീസ് ജാപ്പനീസൊക്കെയാണ് ഇഷ്ടം. അതിൻ്റെ ഒരു പരുക്കൻ സൗന്ദര്യമാണ്. മറ്റേത് മോശമാണെന്നല്ല പറയുന്നത്. അറബി കലിഗ്രാഫിയൊക്കെ കുറച്ചുകൂടെ ഡെക്കറേറ്റീവാണ്. അങ്ങനെ ആകുന്നതിലും മറ്റേ സൗന്ദര്യമാണ് എനിക്കിഷ്ടപ്പെട്ടതെന്നേ ഉള്ളൂ. അതുപോലെ പല പ്രതലങ്ങൾ കലിഗ്രാഫി ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വർക്കുകൾ കാണുമ്പോൾ അപ്പോൾ നമുക്ക് നമ്മുടെ മലയാളത്തിൻ്റെ ഒരു പരിമിതികളായിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, മലയാളത്തിന് ഒരുപാട് സാധ്യതകളാണ് തോന്നുന്നത്. പരിമിതിയൊന്നുമില്ല. മലയാളത്തിൻ്റെ വേറൊരു ഗുണം, മലയാള അക്ഷരങ്ങൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇപ്പോൾ അറബി എഴുതുന്ന പോലെ മലയാളം എഴുതാൻ ബുദ്ധിമുട്ടില്ല. അക്ഷരത്തിൻ്റെ രൂപം ഇംഗ്ലീഷ് എഴുതുന്ന പോലെ എഴുതാം, തമിഴ് എഴുതുന്ന പോലെ എഴുതാം, ജാപ്പനീസ് എഴുതുന്ന പോലെ എഴുതാം, ഇപ്പോൾ ദേവനാഗരി എഴുതുന്ന പോലെ നമുക്ക് മലയാളം എഴുതാം. പക്ഷേ അവർക്ക് അത് പറ്റത്തില്ല. അവരുടെ ആ മുകളിലത്തെ വരയുള്ളത് കൊണ്ട് മറ്റ് പല സാധ്യതകളും അവർക്കില്ല. മലയാളത്തിന് അങ്ങനെ ഒരുപാട് സാധ്യതയായിട്ടാണ് കാണുന്നത്. അങ്ങ് മറ്റു രാജ്യങ്ങളിൽ പോയി അങ്ങയുടെ വർക്കുകൾ അവർ കാണുമ്പോൾ, നമ്മുടെ അക്ഷരങ്ങൾ കാണുമ്പോൾ അവിടെ ഒരു ഫീഡ്ബാക്ക് റെസ്പോൺസ് എങ്ങനെയാണ്? എൻ്റെ വർക്കുകൾ അവർ ഇഷ്ടപ്പെടുന്നതായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പലതവണ എന്നെ വിളിക്കുന്നതും. കലിഗ്രാഫർമാർ മറ്റൊരു കലിഗ്രാഫി വർക്ക് കാണുമ്പോൾ അക്ഷരത്തിൻ്റെ ഭംഗിയല്ല, മൊത്തത്തിലുള്ള ഭംഗിയാണ് നോക്കുന്നത്. ഒരു സ്വതന്ത്ര കലയായിട്ട് തന്നെ കലിഗ്രാഫി ആ രീതി വികസിച്ചു എന്നുള്ളത് തന്നെയാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് എന്താണ് അങ്ങേക്ക് ഇനിയുള്ള സ്വപ്നങ്ങൾ? ഇല്ല, അങ്ങനെ സ്വപ്നമൊന്നും കാണുന്നില്ല. സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നടന്നില്ല, നിരാശയാവത്തില്ല. ഈ ഫെസ്റ്റിവൽ നടത്തുക ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് ധാരാളം പേര് വരുന്നത് സന്തോഷമാണ്. പുതിയതായിട്ട് തന്നെ പലരും കലിഗ്രാഫി എന്താണെന്ന് മനസ്സിലാക്കാനും പങ്കെടുക്കാനും ഒക്കെ വരുന്നതുണ്ട്. അത് സന്തോഷമാണ്. കേരളം 100% സാക്ഷരതയുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ അക്ഷരത്തോട് വിമുഖത കാണിക്കുന്നത് മാറിക്കിട്ടുമെന്ന് കരുതുന്നു. അക്ഷരമാല തന്നെ പഠിക്കാൻ പറ്റാതെ പോകുന്ന തലമുറയുള്ളൊരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. തലമുറയുടെ മാത്രം കുഴപ്പമല്ലത്. കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ എന്ത് പഠിപ്പിച്ചാലും അവർ പഠിക്കും. അപ്പം നമ്മൾ അവരെ അക്ഷരമാല പഠിപ്പിക്കാൻ തയ്യാറായാൽ മതിയോ. ഒരു നല്ല കൈയക്ഷരത്തിലേക്ക് എഴുതാൻ തീരുമാനമെടുത്ത് അതിൽ തുടങ്ങി അതിൽ തന്നെ ഉറച്ചു നിന്ന് അതിലെ ഒരു മികച്ച കലാകാരനായി മാറിയിരിക്കുകയാണെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഒരുപാട് നല്ല സന്തോഷമുള്ള അനുഭവമാണ്. ഇങ്ങനെ ഒരു കലിഗ്രാഫർ ആകുമെന്ന് പോലും ഞാൻ കരുതിയിട്ടില്ല. എൻ്റെ ഒരു സന്തോഷത്തിന് വൃത്തിയായിട്ട് എഴുതി ശീലിച്ചിട്ട് ഇത്രയും വളർന്നത് സന്തോഷമാണ്. മലയാളത്തിൻ്റെ അക്ഷരങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, മലയാളത്തിലെ പല സാഹിത്യകൃതികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒപ്പം ഈ ഒരു കൈകളാണ് അത് രേഖപ്പെടുത്തി വെച്ചതെന്നുള്ളൊരു ഓർമ്മ കൂടിയാണ് നമുക്ക് ഉണ്ടാകുന്നത്. അല്ല, ഇപ്പം ഒരാളോട് മലയാള ഭാഷയെപ്പറ്റി പറഞ്ഞാൽ അവർ പറയുന്നതെല്ലാം സാഹിത്യകൃതികളെ പറ്റിയായിരിക്കും. അത് മാത്രം പറഞ്ഞാൽ പോരാ, ഇതും മലയാള ഭാഷയാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. മലയാള ഭാഷ എന്ന് പറയുമ്പോൾ കലിഗ്രാഫി അതിൽ ഉൾപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഇത് എല്ലാവരിലും ഉണ്ടാകണമെന്ന് വിചാരിക്കുന്നു. അക്ഷരങ്ങളോടുള്ള ബന്ധം തന്നെയാണ് അവിടെ ഉണ്ടായത്. ആ ഒരു ബന്ധം തുടർന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അക്ഷരം ഒരിക്കലും നശിക്കുകയല്ല. അപ്പോൾ ആ ഒരു പ്രതീക്ഷയോടെ എല്ലാവിധ ആശംസകളും നേർന്ന് അവസാനിപ്പിക്കാം. നന്ദി. കയ്യെഴുത്തിന്റെ കലാകാരൻ കാലിഗ്രാഫിസ്റ്റ് നാരായണ ഭട്ടതിരിയുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖമാണ് അക്ഷരസൗരഭത്തിൽ ഇന്ന് നമ്മൾ കേട്ടത്. അക്ഷരസൗരഭം